ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ചതിന്റെ ദുഃഖം മൂലം ഹൃദയം പൊട്ടിയും ആത്മഹത്യ ചെയ്തും 1000-ഓളം പേർ മരിക്കുക ലോകത്തിൽ എവിടെയെങ്കിലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ ഇത്? പക്ഷെ 2009-ൽ അവിഭക്ത ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവുമായിരുന്ന YS രാജശേഖര റെഡ്ഡി അന്തരിച്ചപ്പോൾ അരങ്ങേറിയത് സമാനതകളില്ലാത്ത സംഭവങ്ങളായിരുന്നു. ഏതാണ്ട് 1000-ഓളം പേർ മരണസംഖ്യ 100-ലേറെ മാത്രമാണെന്നായിരുന്നു ഔദ്യോഗിക കണക്ക്. YSRന്റെ മരണശേഷം കുടുംബത്തിൽ വലിയ ട്വിസ്റ്റുകളാണ് അരങ്ങേറുന്നത്. തെലുങ്ക് രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയാണ് കോൺഗ്രസിനെ പുറത്താക്കി YSR കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഉദയവും അധികാരം പിടിച്ചടക്കലും. ജഗനെ അധികാരത്തിലേറ്റാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അമ്മ വിജയമ്മയും മൂത്ത സഹോദരി ഷർമിളയും ഇപ്പോൾ മുഖ്യമന്ത്രിയായ ജഗന്റെ ഏകാധിപത്യത്തിൽ മടുത്ത് കോൺഗ്രസിൽ തിരിച്ചെത്തിയിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് ആന്ധ്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരുമിച്ച് എത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ കരുത്ത് തെളിയിക്കാനുള്ള അവസരം കൂടിയായിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ്. YSR കോൺഗ്രസിന് ഇപ്പോൾ രണ്ടാം നിര നേതാക്കൾ ഇല്ലാത്തതും സഹോദരിയുടെ കൂടുമാറ്റവും ജഗന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ രണ്ട് പ്രാദേശിക പാർട്ടികൾ തമ്മിലുള്ള മത്സരമായി ആന്ധ്രയിലെ തിരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. തെലുഗുദേശവും YSR കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടത്തിനിടയിലേക്ക് ഷർമിള കൂടി എത്തിയതോടെ ത്രികോണ പോരിനും സാധ്യതയുണ്ട്. കോൺഗ്രസ് മുന്നേറ്റമുണ്ടാക്കിയാൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് ജഗന് തന്നെയായിരിക്കും. അത് മനസ്സിലാക്കിയ ജഗൻ കൂടുതൽ ദേശീയ വിഷയത്തിലേക്ക് കടക്കാതെ പ്രാദേശിക പ്രശ്നങ്ങളും ക്ഷേമ പദ്ധതികളും കർഷക പ്രശ്നങ്ങളിലും ഊന്നിയാണ് വോട്ട് പിടിക്കുന്നത്. മറുവശത്ത് ഇക്കുറി അധികാരം പിടിക്കാനായില്ലെങ്കിൽ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നേക്കുമെന്ന സ്ഥിതിയിലാണ് ചന്ദ്രബാബു നായിഡു. അതുകൊണ്ടാണ് ഭാര്യയും മുൻ മുഖ്യമന്ത്രി TN രാമറാവുവിന്റെ മകളുമായ ഭുവനേശ്വരിയെ നായിഡു പ്രചരണ രംഗത്തിറക്കിയിരിക്കുന്നത്. BJPക്കൊപ്പം ചേർന്ന് എങ്ങനെയെങ്കിലും അധികാരം പിടിക്കുകയെന്ന ലക്ഷ്യവുമായിട്ടാണ് ചന്ദ്രബാബു നായിഡു ഇറങ്ങിയിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയുമായും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായും സഖ്യം പുനഃസ്ഥാപിച്ചാണ് BJP ആന്ധ്രാപ്രദേശിൽ ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും സഖ്യം ഒന്നിച്ച് നേരിടുമെന്നാണ് പ്രഖ്യാപനം. ഇതോടെ ദക്ഷിണേന്ത്യൻ നിയമസഭകളിൽ ഒന്നിൽ കൂടി സാന്നിധ്യം ഉറപ്പിക്കാനാകുമെന്ന കണക്കുകൂട്ടലും BJPക്കുണ്ട്. എന്നാൽ ഇതും കണ്ടറിയേണ്ടതുണ്ട്. അതിനും കാരണമുണ്ട്. മുന്നണി രാഷ്ട്രീയത്തിലൂടെ ആന്ധ്രയിൽ BJPക്ക് നേട്ടമുണ്ടായില്ലെന്നതാണ് ഇതുവരെയുള്ള ചരിത്രം. തെലുങ്കുദേശം പാർട്ടിയുടെ സഖ്യത്തിൽ മത്സരിച്ച 2014-ൽ BJP ആന്ധ്രാപ്രദേശിൽ 4 നിയമസഭാ സീറ്റുകളും 2 ലോക്സഭാ സീറ്റുകളും സ്വന്തമാക്കിയിരുന്നു. ഒന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് BJP വലിയ വളർച്ച നേടിയെങ്കിലും ആന്ധ്രാപ്രദേശിൽ ഈ വളർച്ച താഴോട്ടായിരുന്നു. ആന്ധ്രാപ്രദേശിൽ പാർട്ടി നേതൃത്വത്തിന്റെ കഴിവില്ലായ്മ 2019-ലെ തിരഞ്ഞെടുപ്പ് ഫലം തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും. 2019-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ BJP ആന്ധ്രയിൽ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് 2018-ൽ TDP NDA വിട്ടു. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് വേണ്ടത്ര സാമ്പത്തിക പരിഗണന നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് മുന്നണി വിട്ടത്. ഇതിന് പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് നിയമസഭാ ലോക്സഭാ സീറ്റുകൾ പാർട്ടിക്ക് നഷ്ടപ്പെടുകയായിരുന്നു. 173 സീറ്റുകളിൽ മത്സരിച്ച BJPക്ക് 5 സീറ്റുകളിൽ മാത്രമാണ് മൂന്നാം സ്ഥാനത്തെങ്കിലും എത്താനായത്. 0.9% താഴെ മാത്രം വോട്ടുകളായിരുന്നു BJPയുടെ പെട്ടിയിൽ വീണത്. 2024-ലെത്തുമ്പോൾ ആന്ധ്രാപ്രദേശ് പിടിക്കാൻ BJP ദേശീയ നേതൃത്വം നേരിട്ടിടപെട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. സംസ്ഥാനത്തെ 10 പാർലമെന്ററി മേഖലകളാക്കി തിരിച്ച് പ്രത്യേക പരിഗണന നൽകിയാണ് പ്രവർത്തനം. കേന്ദ്രമന്ത്രിമാരുടെ നിരന്തര സന്ദർശനം, വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും നടപ്പാക്കുന്നതിൽ കേന്ദ്ര നേതാക്കളുടെ നേരിട്ടുള്ള നിരീക്ഷണം എന്നിങ്ങനെ കരുതലോടെയുള്ള പ്രവർത്തനങ്ങളാണ് NDAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ബൂത്ത് കമ്മിറ്റി ഉൾപ്പെടെ സജീവമാക്കിയാണ് പ്രവർത്തനങ്ങൾ. സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ട ആന്ധ്രയിൽ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ പാർട്ടിയുടെ പുത്തനുണർവിന് വഴിവെച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത്. 175 നിയമസഭാ മണ്ഡലങ്ങളും 25 ലോക്സഭാ മണ്ഡലങ്ങളുമാണ് ആന്ധ്രയിലുള്ളത്. നിലവിലെ കക്ഷിനില അനുസരിച്ച് നിയമസഭയിൽ 140 സീറ്റുകൾ നേടി YSR കോൺഗ്രസ് വലിയ ശക്തിയായി നിലനിൽക്കുകയാണ്. തെലുങ്കുദേശം പാർട്ടിക്ക് 18 സീറ്റുകളും സ്വതന്ത്രർക്ക് 7 സീറ്റുകളുമുണ്ട്. 10 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ 25-ൽ 22 സീറ്റുകളും YSR കോൺഗ്രസ് പ്രതിനിധികൾ വിജയിച്ചു. 3 സീറ്റ് DTPയും സ്വന്തമാക്കി.
49.9% വോട്ടുകളും ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസിന് ഒപ്പമാണ്. 40.2% വോട്ട് തെലുങ്കുദേശം പാർട്ടിയും നേടിയിട്ടുണ്ട്. BJPക്ക് 1% വോട്ട് മാത്രമാണ് ഇതുവരെ നേടാനായത്. JNPക്ക് 5.9% വോട്ടുകളും സ്വന്തമാക്കാനായി. ഒരു കാലത്ത് സംസ്ഥാനം ഭരിച്ചിരുന്ന കോൺഗ്രസിന് വെറും 1.3% വോട്ട് ഷെയർ മാത്രമാണ് കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ നേടാനായിട്ടുള്ളത്. DTP, JNP, BJP പാർട്ടികൾ ഒന്നിച്ചാൽ DTPക്ക് എതിരായ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നത് തടയാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. NDAയിലെ സീറ്റ് ധാരണ അനുസരിച്ച് ആന്ധ്രയിൽ 25 ലോക്സഭാ സീറ്റുകളിൽ 17 DTP മത്സരിക്കും. 6 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ 2 സീറ്റുകളാണ് JSPക്ക് നൽകുക. തെലങ്കാനയിൽ നേടിയ വലിയ വിജയത്തിന്റെ പ്രതിധ്വനിയിൽ ആന്ധ്രയിൽ മുന്നേറ്റം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. YSR കോൺഗ്രസിനും ജഗൻമോഹൻ റെഡ്ഡിക്കുമെതിരെ സഹോദരി ഷർമിളയെ ഇറക്കിയാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അത് ജഗനെ എങ്ങനെ ബാധിക്കുമെന്നതും കണ്ടറിയണം.